ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച സ്ത്രീയുടെ മൃതദേഹം മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുലർച്ചെയോടെയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത്. പ്രദേശത്ത് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. രാത്രി വൈകിയും തുടർന്ന പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കലക്ടർ സ്ഥലത്തെത്തി നാട്ടുകാരുമായൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് കൊമ്പൻപാറ സ്വദേശിയായ സോഫിയ ഇസ്മായിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, സ്വാഭാവികമാണ്, കാരണം ഇടുക്കിയിൽ തന്നെ നമുക്കറിയാം ഈ 2025 തുടങ്ങിയത് മുതൽ തന്നെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടാവുന്നു, ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ടാവും. എങ്ങനെയായിരുന്നു ഈ സംഭവം നടന്നത്? എവിടെയായിരുന്നു? ഇപ്പോൾ ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഒരു മനുഷ്യജീവൻ കൂടി ഇല്ലാതാവുന്നു അല്ലേ? അതിനെതിരെ ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. പുലർച്ചെ വരെ നീണ്ടുനിന്ന ഒരു പ്രതിഷേധത്തിനൊടുവിലാണ് സോഫിയയുടെ മൃതദേഹം മുണ്ടക്കയത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റാനായത്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണമെന്ന ഒരു ആവശ്യമാണ് പ്രധാനമായും ഈ ആളുകൾ ഉന്നയിച്ചത്. കാരണം കാലങ്ങളായി അവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കാട്ടാന ശല്യം എന്നുള്ളത്. അത് പരിഹരിക്കാൻ പക്ഷേ ഇതുവരെ നടപടികൾ ഞാൻ സിജോയിലേക്ക് വരാം. സിജോ പറഞ്ഞതുപോലെ ഇത് പരിഹരിക്കാൻ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ആനകൾ ഇറങ്ങുന്നത് എന്തുകൊണ്ട് എന്നതിലൊക്കെ വലിയ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത്? കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു കാരണമാണ്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് അത് വലിയ അസ്വസ്ഥതയും ഇത്തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാക്കുന്നു. ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളത് മറ്റൊന്ന് നമ്മളും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ വന്യജീവി ആക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് ഇല്ലെങ്കിൽ ആ സമയങ്ങളിലൊന്നും പോകാതിരിക്കുക എന്നൊക്കെയുള്ള നടപടികൾ വേണം. വനവകുപ്പിനെ സംബന്ധിച്ച് വലിയ വീഴ്ചയുണ്ട്. കാരണം ആവശ്യത്തിന് ഗാർഡുമാർ പോലും ഇല്ലാത്തൊരു സാഹചര്യം വനവകുപ്പിനെ സംബന്ധിച്ചുണ്ട്. അപ്പം അതെല്ലാം പരിഹരിച്ചു പോകേണ്ടതുണ്ട്. സിജോ വർഗീസ് വീണ്ടും ചേരുന്നുണ്ട്. സിജോ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? ധനിയ, പ്രതിഷേധം ഇന്ന് പുലർച്ചയോടുകൂടി അവസാനിച്ചിരുന്നു. കാരണം ഈ പുലർച്ചെ വരെ നീണ്ടുനിന്ന ഒരു പ്രതിഷേധത്തിന് ഒടുവിലാണ് സോഫിയയുടെ മൃതദേഹം മുണ്ടക്കയത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാനായത്. കാരണം ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണം എന്നൊരു പ്രധാനമായ ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിച്ചത്. കാരണം കാലങ്ങളായി കാട്ടാനശല്യം രൂക്ഷമായി നേരിടുന്ന ഒരു പ്രദേശമാണ്. ഏതാണ്ട് 2 വർഷത്തോളമായി കാട്ടാനശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് ഉണ്ട്. ഇതിനെതിരെ ഫലപ്രദമായ നടപടികൾ അല്ലെങ്കിൽ കാട്ടാനശല്യം പരിഹരിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെയും ഈ അധികൃതർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. വാഗ്ദാനങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ചില പ്രവർത്തികൾ മുന്നൊരുക്കങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും നടപ്പായിട്ടില്ല എന്നുള്ള പ്രധാനമായ ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും കളക്ടർ സ്ഥലത്ത് എത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി അതിനുശേഷമാണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഈ 10 ലക്ഷം രൂപ ധനസഹായം നൽകും, അത് ഇന്ന് തന്നെ കൈമാറുമെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഈ സോഫിയയുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുന്ന കാര്യം അടക്കം അവർ ചർച്ചയിൽ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യം ശുപാർശ ചെയ്യാമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം പ്രതിഷേധം അവസാനിപ്പിക്കുകയും മൃതദേഹം മുണ്ടക്കയത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും സംസ്കാരം നടക്കുക. സംസ്കാരം മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദിലായിരിക്കും സംസ്കാരം നടക്കുക. എന്തായാലും വലിയ രീതിയിൽ കാട്ടാനശല്യം ഉള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. TR&T എസ്റ്റേറ്റ് മേഖലയാണ്, റബ്ബർ തോട്ടമാണ്. ഏതാണ്ട് 25-ലധികം കാട്ടാനകൾ ഈ പ്രദേശത്ത് കാലങ്ങളായി ശല്യം ഉണ്ടാക്കാറുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. വലിയ രീതിയിൽ പ്രതിഷേധം ആ കാലഘട്ടങ്ങളിലൊക്കെ ഉയർന്നതാണ്. ഈ കാട്ടാന ശല്യം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പന്തൽ കെട്ടി സമരമൊക്കെ നടത്തിയ ഒരു അനുഭവം ഈ പ്രദേശവാസികൾക്കുണ്ട്. ആ സമയത്താണ് ഇവിടെ ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കും, ആനകളെ ഇവിടെ നിന്ന് തുരത്തുമെന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നത്. ഈ പ്രദേശത്തു നിന്ന് ഉൾക്കാട്ടിലേക്ക് കയറിയ കാട്ടാനകൾ പിന്നീട് ജനവാസ മേഖലയിലേക്ക് കുറച്ച് നാളായി എത്താറില്ലായിരുന്നു. പക്ഷേ ഈ ചൂട് കൂടിയതിനെ തുടർന്ന് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുകയും
ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീണ്ടും ഇത്തരത്തിലൊരു ശല്യം കാട്ടാനകളിൽ ഉണ്ടാകും, ആക്രമണം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഈ പ്രദേശവാസികൾക്കുണ്ട്. എന്തായാലും ഒരാഴ്ചക്കിടെ ഇടുക്കി ജില്ലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് സോഫിയ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ കുട്ടികളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാക്കി, സ്കൂൾ വിട്ട് വന്ന കുട്ടികളൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാക്കി അതിനുശേഷം പിന്നീട് കുളിക്കാനായി വീടിന് സമീപത്തെ തൊട്ട് അരുവിയിലേക്ക് പോയപ്പോഴാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ കാട്ടാനയുടെ മുന്നിൽ സോഫിയ അകപ്പെടുകയായിരുന്നു. ഈ സോഫിയെ കാണാതെ ആയതിനെ തുടർന്ന് മകൻ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായ വിവരം അറിയുന്നത്. ഉടൻ തന്നെ പിതാവിനെയും ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാം വിവരം അറിയിക്കുകയും ചെയ്തു. അവരെത്തിയ ശേഷമാണ് ഈ ആനയെ അവിടെ നിന്ന് തുരത്താനായത്. ആനയെ തുരത്തി എങ്കിലും ഈ സോഫിയ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, കൂടുതൽ ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ്. 3 കുടുംബങ്ങളാണ് പ്രധാനമായും ഈ ഒറ്റപ്പെട്ട രീതിയിൽ ഇവിടെ കഴിയുന്നത്. ഈ പെരുവന്താനം പഞ്ചായത്തിൽ TRT എസ്റ്റേറ്റിൽ ഏറ്റവും ഉയർന്ന ഒരു പ്രദേശത്താണ് ഇവർ താമസിക്കുകയും ചെയ്യുന്നത്. ഈ 3 കുടുംബങ്ങൾ അവിടെ ഉണ്ട്. അവിടേക്ക് മറ്റുള്ള ആളുകൾ കൂടി എത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. ഏതാണ്ട് അർദ്ധരാത്രിക്ക് ശേഷമാണ് അവിടെ കളക്ടറും DFO ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തേക്ക് എത്തി. അതിനുശേഷം അവർ നാട്ടുകാരുമായി കൂടിക്കാഴ്ച നടത്തി, ചർച്ച നടത്തി. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏറ്റവും പ്രധാനമായും ഈ 10 ലക്ഷം രൂപ ധനസഹായം നൽകും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇന്ന് കൈമാറും. ഒരുപക്ഷെ ആ പൈസ കൈമാറുന്നതിൽ സാധാരണഗതിയിൽ നടക്കാറുള്ളത് 5 ലക്ഷം രൂപ ആദ്യം നൽകും. അതിനുശേഷം പിന്നീട് ആധിക രേഖകളെല്ലാം പരിശോധിച്ച് അതെല്ലാം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ബാക്കി 5 ലക്ഷം രൂപ കൈമാറുക. എന്തായാലും ഈ പണം നൽകുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അവ്യക്തത തുടരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്, പ്രതിഷേധം ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അതിനുശേഷമാണ് അവിടെ ഇതിനോടൊപ്പം തന്നെ പറയേണ്ട കാര്യം, ഇവർക്ക് ആർക്കെങ്കിലും, കുടുംബങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി നൽകുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിലും എന്തെങ്കിലും തീരുമാനം ഉണ്ടാകും. എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധത്തിനൊടുവിലാണ് ഈ സോഫിയയുടെ മൃതദേഹം ഈ ആശുപത്രിയിലേക്ക് മാറ്റാനായത്. ഇനി നടക്കേണ്ടത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം.